ഇസ്രയേലിന്റെ തെക്കൻ മേഖലയിലുള്ള ബീർഷെബ നഗരത്തിന് സമീപമുള്ള നിയോട്ട് ഹോവ് വ്യവസായ മേഖലയെ ലക്ഷ്യം വെച്ച് ഇറാൻ നടത്തിയ ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം പശ്ചിമേഷ്യൻ സംഘർഷത്തെ മറ്റൊരു അപകടകരമായ തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മോൺസ്റ്റർ ബ്ലാസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള അതിശക്തമായ സ്ഫോടനമാണ് ഈ വ്യവസായ കേന്ദ്രത്തിൽ ഉണ്ടായിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതേ കേന്ദ്രത്തിന് നേരെ നടക്കുന്ന മൂന്നാമത്തെ വലിയ ആക്രമണമാണിതെന്ന് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. അത്യാധുനികമായ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആകാശത്തു നിന്ന് അതിവേഗത്തിൽ താഴേക്ക് പതിക്കുന്നതും തൊട്ടു പിന്നാലെ ഒരു വലിയ തീഗോളമായി ആ പ്രദേശം തന്നെ മാറുന്നതുമായ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കിലോമീറ്ററുകളോളം പ്രകമ്പനം അനുഭവപ്പെട്ടതായാണ് ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇസ്രയേൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് മിസൈൽ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചത് സൈനിക കേന്ദ്രങ്ങളെ പോലും അമ്പരപ്പിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തന സേന ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തിയെങ്കിലും ഭാഗ്യവശാൽ ഈ ആക്രമണത്തിൽ ഉടനടി ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഫാക്ടറികൾക്കും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങൾക്കും കനത്ത നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു വ്യവസായ മേഖലയെ വീണ്ടും വീണ്ടും ലക്ഷ്യം വെക്കുന്നതിലൂടെ ഇസ്രയേലിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്ന തന്ത്രപരമായ നീക്കമാണ് ഇറാൻ പയറ്റുന്നതെന്നത് വ്യക്തമാണ്. ബീർഷെബയിലെ ഈ വ്യവസായ മേഖല വെറും ഒരു ഫാക്ടറി സമുച്ചയം മാത്രമല്ല, രാസവസ്തുക്കളും മറ്റ് നിർണായക ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന ഒട്ടേറെ പ്ലാന്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇത്തരം കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണം വൻതോതിലുള്ള പാരിസ്ഥിതിക ആഘാതത്തിന് കാരണമായേക്കാം. വിഷവാതകങ്ങൾ ചോരുന്നതിനും മലിനീകരണം പടരുന്നതിനും ഇത് ഇടയാക്കുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. സൈനിക വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഒരേ സ്ഥലത്തെ തന്നെ 3 തവണ ആക്രമിക്കുന്നത് ഇറാന്റെ കൃത്യമായ പ്ലാനിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ ലോജിസ്റ്റിക് സംവിധാനങ്ങളെയും ഉൽപാദന മേഖലയും തളർത്തുക വഴി ദീർഘകാലാടിസ്ഥാനത്തിൽ യുദ്ധം ചെയ്യാനുള്ള അവരുടെ ശേഷിയെ ഇല്ലാതാക്കാനാണ് ടെഹ്റാൻ ശ്രമിക്കുന്നത്. ഇത് കേവലം ഒരു തിരിച്ചടി മാത്രമല്ല, മറിച്ച് ശത്രുവിന്റെ നട്ടെല്ലൊടിക്കുന്ന സാമ്പത്തിക യുദ്ധമുറ കൂടിയാണ്. ഇറാന്റെ മിസൈൽ കരുത്ത് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ പോലും കൃത്യതയോടെ തകർക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. ഇത് ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിട്ടുമുണ്ട്. വ്യവസായശാലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഭീതിയോടെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ എത്രയൊക്കെ പ്രതിരോധം തീർത്താലും നൂറുകണക്കിന് മിസൈലുകൾ ഒരേ സമയം വിക്ഷേപിക്കപ്പെടുമ്പോൾ ചിലതെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമെന്ന യാഥാർത്ഥ്യം ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുകയാണ്. ബീർഷെബയിലെ ഈ സ്ഫോടനം ഇസ്രയേൽ ഗവൺമെന്റിനു മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇനിയൊരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ ഇറാനിലെ മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനുകൾ നേരിട്ട് ആക്രമിക്കണമെന്ന ആവശ്യം ഇസ്രയേലിനുള്ളിൽ ശക്തമാവുകയാണ്. ഈ സംഘർഷം എവിടെ ചെന്ന് അവസാനിക്കും എന്നത് പ്രവചനാതീതമാണ്. എങ്കിലും ചില നിരീക്ഷണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഒരു വശത്ത് സൈനികമായ പോരാട്ടം തുടരുമ്പോൾ തന്നെ മറുവശത്ത് ഇന്ധനവില വർധനവും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും ലോകത്തെ ആകെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൻ ശക്തികൾ ഇടപെട്ടുള്ള ഒരു നയതന്ത്ര ഒത്തുതീർപ്പിന് മാത്രമേ ഈ യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ കഴിയൂ. ഇറാന്റെയും ഇസ്രായേലിന്റെയും ആഭ്യന്തര സാഹചര്യം ഈ യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കും. തുടർച്ചയായ യുദ്ധം ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ തകർക്കും. ഒരു ഘട്ടത്തിൽ യുദ്ധം തുടരുന്നത് അസാധ്യമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ഇരുപക്ഷവും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായേക്കാം. അതുവരെ പശ്ചിമേഷ്യയിലെ ആകാശം മിസൈലുകളാൽ പ്രകമ്പനം കൊള്ളും. ബീർഷെബയിലെ ഈ ഫാക്ടറി കത്തിയമരുമ്പോൾ അത് കേവലം ഒരു കെട്ടിടത്തിന്റെ തകർച്ച മാത്രമല്ല, മറിച്ച് തകർന്നടിയുന്ന സമാധാന ശ്രമങ്ങളുടെ പ്രതീകം കൂടിയാണ്. ആയുധങ്ങൾ കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ലെന്ന് ചരിത്രം പറയുന്നു. സംഭാഷണങ്ങളിലൂടെയും പരസ്പര ബഹുമാനത്തിലൂടെയും മാത്രമേ ഇത്തരം തർക്കങ്ങൾ പരിഹരിക്കാനാകൂ.